വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹലോ മാസ്റ്റേഴ്സ്. ഹായ്. വെൽക്കം വെൽക്കം വെൽക്കം. നമസ്കാരം. ഇപ്പം നമുക്ക് ഇന്ന് പരിപാടിയിലേക്ക് അങ്ങ് കടന്നാലോ? എന്താണ് ടാസ്ക് സിമ്പിളേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ. പക്ഷെ ഇനി ഒരു ജന്മം വരുവാണെങ്കിൽ ഇവരിൽ ആരായിരിക്കണം നമ്മുടെ വീട്ടിലെ ഒരു പെറ്റ്? അതെന്താണ്? ഇപ്പൊ പക്ഷിയാണോ, ലവ് ബേർഡ്സ് അങ്ങനത്തെ കാറ്റഗറി ആണോ, പൂച്ചയാണോ, അല്ലെങ്കിൽ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള ഡോഗ് അങ്ങനത്തെ ആണോ? ഏത് പെറ്റായിരിക്കും? ആരാണ് എന്ത് പെറ്റായിരിക്കും എന്ന് പറഞ്ഞേ. ആനയെ വലിയ ഇഷ്ടമാണ്. ആനയായിട്ട് ഞാൻ കാണുക. ഓ, ടാക്ടിക്കൽ മൂവ്മെന്റ് എന്നുവെച്ചാൽ നമ്മള് എഴുന്നള്ളത്തിന് കൊണ്ടുപോകാം, പണിയെടുപ്പിക്കാം, മാക്സിമം പൈസ ക്രെഡിറ്റ് എടുക്കാം. പിന്നെ നമ്മള് വേറെ കൂടിയുണ്ട്. മതം പൊട്ടുക എന്ന് പറഞ്ഞ ഏരിയ കൂടിയുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞാൽ ഈ ആന മതം പൊട്ടും. അങ്ങനെ എല്ലാത്തിലും മതപ്പാട് വരുമ്പം നമ്മൾ തളയ്ക്കുക. 10 മണി കഴിഞ്ഞ് ഫോൺ എടുത്താൽ മതം പൊട്ടിയിട്ട് ഒരു ആന. ഓക്കെ, ബിബിൻ ചേട്ടൻ പറഞ്ഞ. ബിബിൻ ചേട്ടാ, ഇവരിൽ ആരെ ഒരു പെറ്റാക്കാൻ പറ്റും? അത് എന്ത് പെറ്റാന്നും കൂടെ പറയണം. എലീനെ എടുത്തു, അതാ നല്ലത്. എലീനെ എടുത്തു. അലീനേനെ മതി. എലീനേനെ എന്ത് പെറ്റാണ്? തത്തമ്മ. തത്തമ്മ. കാരണം ഞാൻ പറയുന്നത് അത്തിപ്പഴമൊക്കെ കൊത്തി തിന്നുന്ന തത്തമ്മ. രാവിലെ എണീറ്റിട്ട് അച്ഛൻ വരുന്നു പൂച്ച ഇങ്ങനെ പറയുന്ന. ശരി, ലൈഫ് ലൈൻ കഴിഞ്ഞു. അതായത് എന്നെ എടുക്കലുള്ള ലൈഫ് ലൈൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ. ഭാര്യ അല്ലെങ്കിൽ കാമുകി? അതായത് അടുത്ത ജന്മം. നാദിക്ക, പക്രുചേട്ടൻ രണ്ടുപേരുണ്ട്. ഇതിൽ ഒരാളെ ഭാര്യയായിട്ട് എടുക്ക, ഒരാളെ കാമുകിയായിട്ട് എടുത്തോ. രണ്ടുപേരെ രണ്ടാക്കി വെച്ചോ. സൈഡിൽ കൂടെ കൊണ്ടുപോക്കോ. പക്ഷെ റീസൺ പറയണം. പക്രുചേട്ടനെ ഭാര്യയാക്കും. അതെന്താ? കാരണം നല്ല പക്വതയോടുകൂടി നല്ല കൃത്യമായിട്ട് ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, അത് ചെയ്യുന്ന തെറ്റാണ്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുതൊക്കെ എന്നെ കള്ളത്തരങ്ങളെല്ലാം അറിയാവുന്ന നാദൃഷ്കനെ കാമുകിയാകും. നിങ്ങൾ വഴിതെറ്റി പോകും. നാദൃഷ്കനെ കാമുകിയാക്കിയുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ഒരു ഓൾ പാക്കേജ് ആണല്ലോ, എല്ലാം ഉണ്ട്. അതൊക്കെ രണ്ടുപേരെ പറഞ്ഞോ. കാമുകിയായിട്ട് ആരെ ചൂസ് ചെയ്യും, ഭാര്യയായിട്ട് ആരെ ചൂസ് ചെയ്യും അടുത്ത ജന്മം? ഇവർ രണ്ടുപേരും പെണ്ണുങ്ങളാണെങ്കിലും. ഭാര്യ ഞാൻ ചായ വെക്കും, ഇവനായിരിക്കും. എന്താ കാര്യം അറിയാം? ഇവനെ പറ്റിച്ചുകൊണ്ട് എനിക്ക് അവന്റെ അടുത്തേക്ക് പോകല്ലോ. പറ്റിക്കപ്പെടാൻ എളുപ്പമാണ് പക്രുചേട്ടനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടുപേരുടെയും ഭാര്യമാരോടുള്ള സമീപനം. ശരി, പക്രുചേട്ടൻ പറഞ്ഞോ. പക്രുചേട്ടാ, ഭാര്യ കാമുകി. അവിടെ കാമുകി നാദിക്കാണ്. ഭാര്യ. അത് ഭാര്യ. റീസൺ അതാണ് കാമുകി. കാമുകി ഉണ്ടല്ലോ, ഫ്രീക്കായിരിക്കണം. സകല അലമ്പിന്റെ എല്ലാത്തിനും കൂട്ടു നിൽക്കണം. അപ്പൊ ഭാര്യ നിൽക്കൂല്ലോ. ഭാര്യ ഫ്രീക്കല്ലേ? ഭാര്യ ഒരുപാട് നമ്മൾ ചുട്ട് വളരെ കുടുംബം. എനിക്ക് എന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ കറക്കി തിരിഞ്ഞാൽ പറ്റുന്നത് എന്റെ ചേട്ടന് പുറത്തോടെ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, എലീന ആര് ചൂസ് ചെയ്യും? ഭർത്താവ്, കാമുകൻ, ബെസ്റ്റി. സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റി ആയിട്ട് ഞാൻ നാദിക്കനെ ചൂസ് ചെയ്യും. കാരണം സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഡൗട്ട് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഫ്രീക്കനാണ്, പിന്നെ എല്ലാ കാര്യങ്ങളെ പറ്റി അറിവുണ്ട്. അപ്പൊ എനിക്കൊരു ബെസ്റ്റി വൈബായിരിക്കും നാദിക്കൻ. പിന്നെ ഭർത്താവും കാമുകനും ഉണ്ട് അല്ലേ? രണ്ടുപേരും കൊള്ളൂല്ല. എനിക്ക് രണ്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഭർത്താവായിട്ട് ഞാൻ ബിബിൻ ചേട്ടനെ ചൂസ് ചെയ്യാം. ഓക്കെ, ജയിച്ചു. 3 ഷെഡ്യൂളേ വന്നുള്ളൂ. ഭർത്താവായിട്ട് ബിബിൻ ചേട്ടനെ ചൂസ് ചെയ്യാൻ കാരണം ഒരു ന്യൂജൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ വൈബ് സെറ്റ് ആവാനും, പിന്നെ കുറച്ചും കൂടെ ഈ എന്നാ പറയുന്ന വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ ഒരു ഉയർച്ചയിലേക്ക് എന്താണോ അപ്പൊ ചെയ്യുന്ന ജോലി. സിനിമയാണെങ്കിൽ ഞാൻ പറഞ്ഞ സിനിമയാണല്ലോ ഇപ്പൊ ബിബിൻ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ബിബിൻ ചേട്ടൻ ഓരോ തവണയും പറയും ഇവിടെ വരുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസി ആയിട്ടിരിക്കും. ആ ബിസി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ എനിക്ക് കാമുകൻ്റെ അടുത്ത് മിണ്ടാൻ പറ്റുക. പിന്നെ കാമുകൻ എന്ന് പറയുന്ന കുറച്ച് ഏജ് ഉള്ള ഷുഗർ ഡാഡി പോലെ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ തമാശക്ക് പറയുന്നതാണ് റോഹിത്തെ. അന്ന് എന്റെ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്. മതി, എന്റെ കുടുംബം കലങ്ങി. അടുത്ത ജന്മം നമ്മളെല്ലാം കണ്ടുമുട്ടട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. എത്രയും പെട്ടെന്ന് അടുത്ത ജന്മമായാൽ
ഓൾ ദി ബെസ്റ്റ്. ശരി, അതെ നമ്മൾ ഒരുപാട് ചിരിച്ചു. ഇനി നമുക്ക് പ്രേക്ഷകരെ കൂടെ ചിരിപ്പിക്കാൻ സ്കിറ്റും കാര്യങ്ങളും കാണണ്ടേ? നമുക്ക് ടീമിനെ വിളിച്ചാലോ? റെഡി സർ. യെസ്, അപ്പൊ എന്തായാലും ചിരി മീറ്റർ റെഡി ആയിട്ടിരുന്നോ? ദാ വേദിയിലേക്ക് വരുന്നു ടീം ചങ്സ്. ഇതല്ലെന്ന് അത് തന്നെ അല്ല, നീ ഈ പച്ച വയറ് കട്ട് ചെയ്യണോ എങ്കിലേ ഇത് 10,000 എത്തും. ചുമപ്പ് വയറ് കട്ട് ചെയ്യണം. ചോപ്പ് വയറോ? ചുമപ്പ് വയറ് കട്ട് ചെയ്താൽ കറക്റ്റ് കറങ്ങി 10,000 നിൽക്കും. അത് നിനക്ക് എങ്ങനെ അറിയാം? വന്ദന സിനിമ കണ്ടിട്ടില്ലേ? പച്ച സിനിമ പോലെ അല്ല ഇത്. വേറെ ഇത് കുറച്ച് പരിപാടികളെ കൊണ്ട് ഇത് ഞാൻ പറയുന്ന പോലെ പച്ച കട്ട് ചെയ്യും. ഞാൻ പറയുന്നില്ല ഇതാ ചുമപ്പ് പച്ചാട്ടി ചെയ്യണം. നീ എപ്പോഴും ഇതാണ് എപ്പോഴും വന്ദന കണ്ടത് എന്നതാ? ഞാനല്ല ഈ കടത്തൽ കൂടാണ് മേഡം. ഞാനൊന്നും പറഞ്ഞില്ല. എന്തോ സംഭവം ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾ? ഒന്നുമില്ല, ഇതിന്റെ പച്ച വയറ് കട്ട് ചെയ്താൽ 10,000 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ചോപ്പ് കട്ട് ചെയ്താലേ 10,000 കിട്ടുമോ? അങ്ങനെയൊന്നും കിട്ടത്തില്ല, ഇതൊരു വെറും ലക്കാണ്. ആണോ? ആ, പലരും പല കാര്യങ്ങളും വന്ന് നോക്കി. ഇത് കറക്കി വിടുന്ന അനുസരിച്ച് എന്നെ മറിഞ്ഞേക്കണ്ട, ഇങ്ങ് വാ. ആ, കറക്കി വിടുന്ന അനുസരിച്ച് നിങ്ങക്ക് ഭാഗ്യം പോലെ കിട്ടുള്ളൂ. കറക്കി നോക്കാം. എന്നാ പിന്നെ നീ ഇറക്കും. നീ ഇറക്കും. ഞാൻ അതിനും തർക്കിക്കാതെ ഇനി അതിന് വില പറഞ്ഞ് ഞാൻ വന്ന് കറക്കി വിടുവേ. ഞാൻ കറക്കുക. ഇന്നാള് കറക്കി ഞങ്ങൾ ഓർമ്മയുണ്ട്. ഒരു മിനിറ്റ്, ഏതെങ്കിലും വയറ് നിങ്ങൾ കട്ട് ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഉറപ്പാണോ? കറക്കട്ടല്ലേ? ഇന്നാള് കറക്കിയതവർക്ക് ഓർമ്മയുണ്ടെന്ന്. ഞാനാണോ ഒന്ന് കറക്കിയത്? ഒരു വട്ടം കറക്കിയായിരുന്നു. എത്ര കിട്ടി? എത്ര കിട്ടി? 2,000 കിട്ടി. മൊത്തം എത്ര കിട്ടി? മൊത്തം 50 കിട്ടി. അത് ഞങ്ങളെ വായി മാറി നിൽക്കും ഇങ്ങോട്ട്. ഞങ്ങളെ വായിക്കൂടെ പതയാടിയിട്ട് 50 ചെവി കൂടെ ചോരയും വന്നു. 75 കിട്ടേണ്ടതായിരുന്നു. അത് നശിപ്പിച്ചത്. അയ്യോ, എന്നാ ഒരു കാര്യം ചെയ്യും, ബിപിൻ ചേട്ടന്റെ മനസ്സിലങ്ങ് ധ്യാനിച്ചിട്ട് നിങ്ങളൊന്ന് കറക്കി നോക്കിക്കേ. അത് ഞാൻ ആ, ഒന്ന് ഫേസ് മനസ്സിൽ ധ്യാനിച്ചോ. ഓ ക്രീം ഹും. നല്ല ഫാസ്റ്റ് ആയിട്ട് കറക്കണേ. ആ, കറക്കിക്കോ. നോക്കട്ടെ. കർത്താവേ കാത്തോളൂ. വെയിറ്റ്. ഒന്നുമില്ല. ഇല്ലില്ല, 8,000. ഒന്നുമില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല. 8,000 ആണ്. നോക്ക്, റേഷ്യോ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിക്കോ. ദാ ഒരു കള്ളത്തരോ ഇല്ല. അതാ എന്റെ നഖം 8,000 ആണ്. മിസ്റ്റർ, ദാ നോക്കിക്കോ. എവിടെയാ പോയി നിൽക്കുന്നത്? നിങ്ങൾ പറ. ഡയറക്ടർ പറയട്ടെ, 8,000 അല്ലേ എന്ന് പറയട്ടെ. നിങ്ങൾ പറ. 6,000 യെസ്, 6,000 രൂപ ഫിക്സ് ചെയ്യാൻ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അത് കറക്കാം. അവരോട് ചോദിക്കും. ടിക് ടിക് 1 ഞാൻ കാണിച്ചു തരാം. ടിക് ടിക് 6,000 2, മോശമൊന്നുമല്ല. ടിക് ടിക് 3, ടിക് ടിക് 4. ഒരു സെക്കൻഡ് അവരാലോചിച്ചോട്ടെ. ഫിക്സ് 6,000. അല്ല, ഒന്നുകൂടി കറക്കണോ? ഇല്ല, 6,000 രൂപ. കറക്കണോ? എന്താണ് ദാ അല്ല, നിങ്ങൾ പറഞ്ഞോ. നോക്കിയോ, നിങ്ങളുടെ നിങ്ങളെ തീരുമാനാ. ബിപിൻ ചേട്ടനെ ആലോചിച്ച് കറക്കിയില്ലേ? അത് 6,000 മതി. ഓക്കെ. 6,000 രൂപയിൽ നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. നീ പച്ചയാണോ അതോ ചുവപ്പോ? ഏതാ? ഇന്ന് മഞ്ഞയൊക്കെ കാണും. മഞ്ഞയൊക്കെ കാണും. ശരി, എന്നാ ശരി കേട്ടോ. പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. Thank you. ഹലോ, അതെ മസ്കറ്റ് ചാർലി. ബക്കറ്റ് ചളിങ്ങി വന്നു. ബക്കറ്റ് ചളിങ്ങിന്നല്ല, മസ്കറ്റ് ചാർലി എന്ന്. അല്ലേലും നിനക്കൊന്നും എന്നെ വിലയില്ല. ഗൾഫിൽ നിന്ന് ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ നിനക്കൊക്കെ ഞാൻ അറബി. ഞാൻ ഇവിടുന്ന് തിരിച്ചു കയറി പോകുമ്പോൾ നിനക്കൊക്കെ എന്നെ മറവി. അല്ലേലും അങ്ങനെ വരുവോൾടാ. എന്റെ പെട്ടി കെട്ടി സഹായിക്കാൻ ഒരുത്തം വന്നിട്ടില്ലല്ലോ. അതിനൊക്കെ എന്റെ അമ്പിളിക്കുട്ടൻ. ശരിയൊക്കെ തന്നെ ആള് മണ്ടനാണ്, പക്ഷെ അവൻ കാര്യപ്രാപ്തി ഉള്ളവനാണ്. എന്റെ അമ്പിളിക്കുട്ടൻ വരികയും ചെയ്യും, എന്റെ പെട്ടിയെല്ലാം കെട്ടി വരികയും ചെയ്യും. സാധാരണ ഇത് പറയുന്നതിന്റെ എൻഡിലവൻ വരണ്ടയാണല്ലേ. എവിടെ വായുമ്പോളെന്നോണ്ട് ഇരിക്കുന്നവൻ. എന്താണ് അമ്പിളിക്കുട്ടൻ ഒരു ബഹളം? എന്തോടാ ആ സുഹൃത്തേച്ചി കുളത്തിന്റെ അവിടെ കുളിച്ചോണ്ടിരുന്നപ്പോ ആരായിരുന്നു എത്തി നോക്കിയെന്നാ മൊബൈലിൽ പിടിച്ചെന്നാ ഇപ്പൊ നോക്കിയാ നമ്മളെ നാട്ടുകാരില്ലേ എന്റെ പേര് പറയും. കണ്ടാ ഞാൻ എന്താ പറഞ്ഞു? എന്റെ പേര് പറയുന്നത് കേട്ടാ? അമ്പലക്കൊട്ടിൽ ഇറങ്ങി വിട. അവരാരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാലാ? ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. ഇനി അപ്പോഴത്തേക്ക് അവരാരെങ്കിലും നിന്നെ കണ്ടാലാ? ഞാൻ ഇനി മേലെ ആവർത്തിക്കില്ലെന്ന് പറയണം. ഓ, എല്ലാ മണ്ടത്തരം ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ. എടാ, 8 മണിക്ക് നീ വന്ന് പെട്ടിയേട്ടാന്ന് പറഞ്ഞാണോ? ഇത്ര നേരം എവിടെ ആയിരുന്നു? എടാ, ഞാനൊരു സ്വപ്നം കണ്ടിടന്ന് ഉറങ്ങിപ്പോയടാ. ഒന്നുമില്ല, എനിക്കൊരു പെട്രോൾ പമ്പ് ജോലി കിട്ടിയെന്ന്. ഒരു വണ്ടി ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞു വന്നങ്ങോട്ട് നിന്ന് ഞാൻ പമ്പ് ഇങ്ങോട്ട് ഊരി. പെട്രോൾ അടിയോട് പെട്രോൾ അടി, ചുറ്റും വെള്ളം. എന്നിട്ട് രാവിലെ മെത്ത ആര് കഴിവിട്ട്? നീ കഴിവിട്ടാ നിന്റെ അമ്മ കഴിവിട്ടാ? ഞാൻ തന്നെ കഴിവി. കിടന്ന് പെടുത്ത് വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ നിന്ന് പറയൂ. എടാ, ശരിക്കും വെച്ചിട്ടാ താമസിച്ചെന്ത്? നിനക്ക് നമ്മളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. മൊത്തം പട്ടി ശല്യം. വെളിയിറങ്ങിയാ പട്ടി അടിക്കും. കന്നഡ നാട്ടിൽ മൊത്തം പട്ടിശല്യം. ഈ പട്ടികളെല്ലാം പിടിച്ച് വന്ധീകരിക്കണം. അതൊക്കെ മോശമല്ലേ? പട്ടികളെ ചന്തീകരിക്കാൻ നടന്ന നാട്ടുകാരെ നമ്മളെ കുറിച്ച് എന്താ പറയും? ചന്തീകരിക്കാന്നല്ലടാ, പട്ടികളെ പിടിച്ച് വന്ധീകരിക്കാന്ന്. അതെന്തോന്നത്? അയ്യോ, അതുകൊണ്ടാണ് നീ മണ്ടൻ എന്ന് പറയുന്നത്. ആര് മണ്ടൻ? നീലല്ല മണ്ടൻ. ഇന്നലെ തന്നെ ഞാൻ കണ്ട് കശത്ത് കോടയം വെച്ചിട്ട് ആ മഴ മൊത്തം നീ എന്തിനാ നിന്ന് നനഞ്ഞത്? അത് മണ്ടത്തരമൊന്നുമല്ല. എടാ, എനിക്കൊരു പനിയുടെ ഗുളിക കളഞ്ഞു കിട്ടി. അത് വെറുതെ കളയണമെന്ന് ആലോചിച്ച് മഴയാണ് ഞാൻ. അയ്യോ, ഇതൊക്കെ എന്തോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. എടാ പ്രാന്ത, ഇതൊക്കെ എന്താ കുഴപ്പമെന്നറിയോ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിന്റെ
കുഴപ്പമാണ്. നിനക്കാ ഓരോ വിദ്യാഭ്യാസം നിനക്കാട്ടാ? ഇല്ലാത്തത്. എനിക്ക് അത്യാവശ്യം ഓരോണ്ട് വിദ്യാഭ്യാസമുണ്ട്. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും എന്റെ അടുത്ത് പറയല്ലേ. പണ്ട് 8ൽ ഒരുമിച്ച് പരീക്ഷ എഴുതിയപ്പോ ഹിറ്റ്ലർ ആരെന്ന് ചോദിച്ചപ്പോ 5 പെങ്ങന്മാർക്ക് ഒരു ആങ്ങളെ എഴുതി വെച്ചാൽ അറിയാണ് നീ. നീ വലിയ കാര്യമൊന്നും പറയണ്ട. നീ എന്റെ കൂടെ പെയിന്റ് അടിക്കാൻ വന്നപ്പം സോമന്റെ ഭൂക്കടന്ന് എഴുതാനുള്ള സോമന്റെ പൂടെന്ന് എഴുതി വെച്ച പട്ടിയാണ്. ഒരിക്കൽ മിസ്സായി പോയി. അന്ന് കിട്ടിയ നീ മണ്ടത്തരം മാത്രമേ കാണിക്കൂ. എടാ വല്ല ജോലിക്ക് പോയി. ഇതുകൊണ്ടാണ് നിന്റെ മണ്ടത്തരം കൊണ്ടാണ് ജോലി ഒന്നും കിട്ടാത്തത്. എനിക്ക് അടിപൊളി ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്. എവിടെ? വലിയൊരു കമ്പനിയിൽ. ഏത് കമ്പനിയിൽ? പാരാസെറ്റമോൾ ഗുളികയുടെ കമ്പനിയിൽ. അവിടെ എന്തോന്ന് ജോലി? ഈ ഗുളികയുടെ നടുക്കൂടെ വരയിടണം, അതാ ജോലി. നിന്റെ ബുദ്ധിക്ക് നിരക്കുന്ന പണി തന്നെയാടാ കിട്ടിയേക്കുന്നത്. അല്ലടാ പുള്ളിക്കുട്ടാ, ജോലിയിലേലും കുഴപ്പമില്ല. നീ ഇപ്പൊ ഈ നാട്ടിലൊക്കെ വൈറലായെന്ന് കേട്ട്. നീ അറിഞ്ഞ നാട്ടില് മൊത്തം പാട്ട് നീ വൈറലായെന്ന്. എങ്ങനെ വൈറലായടാ? ഭയങ്കര സംഭവമാണ്. വീട്ടിൽ ഒരു ദിവസം കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് കുളിക്കണം. ഞാൻ മൊബൈലിന്റെ ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് കുളിച്ച് തിരിച്ചിറങ്ങിയപ്പോ 500 ലൈക്ക് 350 കമന്റ് 400 ഷെയർ. ഞാൻ പൊളിച്ചടുക്കി. അയ്യോ, അത് പോട്ടെന്ന് വെക്കാം. നിന്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു KSB ഇരിക്കുന്ന ആ പെണ്ണിന്റെ അടുത്ത് എന്ത് തോന്നിവാസോടാ നീ വിളിച്ചു പറഞ്ഞു? ഞാൻ ഒരു തോന്നിവാസവും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ കറണ്ട് ഇല്ലല്ലോ. ഞാൻ KSBയിൽ വിളിച്ച് ഒരു പെണ്ണെടുത്ത് ഞാൻ പറഞ്ഞു നല്ല മഴ, നല്ല കാറ്റ്, കറണ്ട് ഇല്ല. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ എപ്പ വരുമെന്ന്. ഒരു ജീപ്പിൽ കുറെ പേര് വന്നിറങ്ങി ഇടിയെന്ന് പറഞ്ഞാ. അപ്പൊ ഈ നെറ്റിന് LED ബൾബാ? അത് LED ബൾബല്ല, പിന്നെ ഏതോ ഒരു ബീസിന് കീറ്റിയതാ. അതങ്ങനെ വരുവുള്ളൂ. എടാ ഒരു കല്യാണം കഴിച്ചാലെങ്കിൽ നീ നന്നാവുന്ന് വിചാരിക്കട്ടെ. എന്നിട്ട് നന്നായില്ലല്ലോ. എന്റെ പൊന്നളിയാ, കല്യാണത്തിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. എന്റെ കല്യാണം എന്ന് പറഞ്ഞൊരു മാരത്തോൺ ഓട്ടമായിരുന്നു. മനസ്സിലായില്ല? ഞാനൊരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏത് പെണ്ണ? ഇഷ്ടപ്പെട്ടു. ഏത് പെണ്ണ്? ഈ ടിവിയിലൊക്കെ ഒരു അവതാരിക ഉണ്ടല്ലോ, ഈ എലീന പടിക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെ ഇഷ്ടം? ഇഷ്ടം എന്ന് പറഞ്ഞാ പിന്നെ അത് നമ്മൾ ഈ മുറുക് തിന്നുമ്പോ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ക്രഷ്. അത് തന്നെ, എന്നിട്ട് ഞാനൊരു മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം പുള്ളിക്ക് അങ്ങ് അയച്ചു കൊടുത്തു. എന്നിട്ട് റിപ്ലൈ എല്ലാം തന്ന? റിപ്ലൈ വന്ന് എന്തോന്ന് പറഞ്ഞാൻ്റെ അതിന്റെ പഴത്തിന്റെ ഫിഗർ ചെയ്യുന്നത് താരവിളയാട്ടത്തില്ല. അവിടെ ഒരു ഗ്രൂമർ ഉണ്ട്, ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ. നെക്സ്റ്റ് കല്യാണം നമ്മളെ ചന്തേരോടുള്ള രമണി ചേച്ചിയില്ലേടാ, രമണി ചേച്ചിയുടെ മോളി. അതിന്റെ ആലോചനയൊക്കെ വന്നു. പെണ്ണ് അത്ര ശരിയൊന്നുമല്ല. ആര് പറഞ്ഞു? പയ്യന്മാരോട് ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്ന് ഏതോ റൂമിൽ ഇട്ട് പിടിച്ചെന്നൊക്കെ ഉണ്ട്. ആലോചനൊക്കെ വേണ്ട. അനാവശ്യം പറയുന്നത്. തങ്കപ്പെട്ട സ്വഭാവമുള്ള പെങ്കൊച്ച്. നിനക്കറിയാം? അവളെ വീട്ടിനടുത്ത് ഹോട്ടലിൽ വരെ എഴുതി വെച്ചിട്ടുള്ള അവളെ സ്വഭാവത്തെ കുറിച്ച്. എന്തോന്ന്? ഫ്രഷ് മോളി എന്ന്. അയ്യോ, അത് ഫ്രഷ് മോളി എന്നല്ലടാ, ഫിഷ് മോളി എന്നാടാ കാലം വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് വേറെ എന്തോരായിരുന്നു കല്യാണം? വീട്ടുകാർ ഭയങ്കര നിർബന്ധം. ഞാൻ പോയി പെണ്ണ് കാണാൻ പോണോന്ന്. പെണ്ണ് കാണാൻ പോയി. ഒരിടത്ത് പെണ്ണ് കാണാൻ ചെന്നപ്പോ ആ പെണ്ണെന്റെ മുഖത്ത് നോക്കി പറയാണ് എന്റെ ആട്ടും കൂടി ശരിയല്ലെന്ന്. ഞാൻ നേരെ വീട്ടിൽ പോയി ആട്ടും കൂടി പലകയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും ചെന്ന്. അപ്പോഴും അവള് പറയാണ് എന്റെ ആട്ടും കൂടി ശരിയല്ല. ശരിയാക്കിയല്ലേ? നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. അങ്ങനെയാണോ? അതാണ് എത്ര ശരിയാക്കിയിട്ട് ശരിയാവത്തില്ല. എന്നിട്ട് പെണ്ണ് എങ്ങനെ കെട്ടിയ അവസാനം? പിന്നെ അവസാനം ഒന്നും നടന്നില്ല. അവസാനം ഞാൻ എഞ്ചിനീയർ ആണെന്ന് കള്ളം പറഞ്ഞു ഒരു എഞ്ചിനീയർ പെണ്ണിനെ എങ്ങ് കെട്ടി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഇപ്പോൾ തുണിക്കട ജോലിക്ക് പോവാ. അതെന്ത്? അവള് എഞ്ചിനീയർ കള്ളം പറഞ്ഞു. എന്നെ കാട്ടി വലിയ ഉടായിപ്പായിരുന്നു. നന്നായി. അയ്യോ, എടാ എന്റെ അറബിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ അച്ചപ്പാണ്. നീ വേണമെങ്കിൽ സുമാരൻ മാമന്റെ ഉണ്ണിയപ്പത്തി കയറിയുന്ന അത് ഞെക്കി പിടിച്ചോ, എന്നാലും കുഴപ്പമില്ല. എന്റെ അറബിയുടെ അച്ചപ്പത്തി ഇരിക്കും. അത്രേ ഉള്ളൂ. എടാ നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ കിടന്ന് കറങ്ങാതെ ഗൾഫിലോട്ടൊക്കെ ഒന്ന് വാ. ആര്? നീ. എന്റെ കഴിവ് കണ്ട അറബിയെ കൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. എടാ ഞാൻ ഇന്ത്യക്കാരനാണ്. എന്റെ ബുദ്ധി ഇന്ത്യക്ക്, എന്റെ ബുദ്ധി ഇന്ത്യൻ സിറ്റിസണായ ഞാൻ പറയുന്നു, എന്റെ ബുദ്ധി ഇന്ത്യക്ക് മാത്രം. കഴിഞ്ഞ ആശുപത്രി കിടന്ന് എന്തിനായിരുന്നു? അത് അപ്പൂപ്പന്റെ സെറ്റ് വലിയ പോപ്കോണെന്ന് പറഞ്ഞെടുത്ത് തിന്നേ. അപ്പൊ ഈ ബുദ്ധി ഇന്ത്യക്ക് മാത്രമല്ല, നീ നാസയ്ക്കും കൂടെ കൊടുക്കണം കേട്ടോ. ഇതൊന്നും നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അപ്പൂപ്പന്റെ മോനെ വേണം പറയാം. അപ്പൂപ്പന്റെ മോനെന്ന് പറഞ്ഞ എന്റെ അച്ഛനില്ലേ? അതെ വിളിക്കുന്ന പട്ടി. എന്റെ അപ്പൂപ്പനുണ്ടല്ലോ. അപ്പൂപ്പനെ കൊണ്ടാ? പിന്നെ എന്റെ അച്ഛൻ എന്തൊരു അടയ്ക്കാമരത്തിന്റെ പൊത്തിന്ന് വലിച്ചെടുത്തത്. അതന്നെ ചോദിച്ചത്. അപ്പൂപ്പനൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൂപ്പൻ നിസാര ആളൊന്നുമല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാ. എന്നിട്ട് നിന്റെ അപ്പൂപ്പനെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഉപ്പ് തിന്നാ വെള്ളം കുടിക്കുന്നില്ല. അപ്പൂപ്പ വെള്ളം കുടിക്കാൻ ഒരു കടയുടെ തിണ്ണലോട്ട് കയറിയപ്പോഴേ ഈ ഫോട്ടോ എടുത്തത്. അതാണ് ഇല്ലാത്ത. എന്നിട്ട് ഇപ്പൊ പുള്ളി എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തിൽ? അയ്യടാ സുഖമില്ല. രാവിലെ ഭയങ്കര നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ. ഗ്യാസ് അങ്ങോട്ട് കയറിയതാ. ഗ്യാസ് അല്ല. എടാ നീ വിളിച്ച് പറ, കാർഡിയാക് അറസ്റ്റ് ആയിരിക്കും. കാർഡിയാക് അറസ്റ്റ് ഇത്ര പ്രായമായിട്ടുള്ള ആളല്ലേ? വലിയ സുഖമാണോ? പിന്നെ ചത്തു പോകുന്ന അസുഖല്ലേ? നീ ഒരു കാര്യം അമ്മയെ വിളിച്ച് പറ, അപ്പൂപ്പന് കാർഡിയാക് അറസ്റ്റ് ആണ്, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറ. എന്തോന്ന് കാർഡിയാക് അറസ്റ്റ്? ഹലോ അമ്മ, അമ്മ അപ്പൂപ്പന് ഗ്യാസ് കയറിയതല്ല കേട്ടാ. മറ്റേ കറിയോ എന്നും കൊണ്ടോണ്ട് അവിടെ ചാവട്ട് പുല്ലേ. പെൻഷൻ കാശ് കിട്ടിയപ്പോ ഒരു തരത്തിലാടാ നാറി. എടാ അങ്ങനെയൊക്കെ നീ ഇത്രയൊക്കെ പറഞ്ഞാലും നിന്റെ അപ്പൂപ്പനോട് നിനക്ക് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇന്നലെ കൂടെ അപ്പൂപ്പന് പൊതിയും മേടിച്ചോണ്ട് പോകണം ഞാൻ കണ്ടേന്ന്. ഏത് പൊതി? മുറുക്കാൻ പൊതിയൊക്കെ മേടിച്ചോണ്ട് പോയില്ലേ? ഓടായിരുന്നു. അതാ വാഴപ്പണ കിടന്ന് കിട്ടിയത്. എലിവേഷൻ ആണെന്ന് അറിയാൻ വേണ്ടി കൊടുത്തു നോക്കിയതാ. അയ്യോ, എന്നിട്ട് ഒരു ഗുരുവില്ല അവിടെ ഇരിപ്പുണ്ട്. എന്തൊരു കഷ്ടം എന്ന് പറയാം. നീ അത് ഇത് പറഞ്ഞോണ്ടിരിക്കാൻ ഇതൊക്കെ കെട്ടാൻ നോക്കണം. വാരി പറക്കിയിട്ട് കെട്ടാൻ നോക്ക് കേട്ടോ. കെട്ടി എടാ ഒരു കാര്യം ചെയ്താലേ, രണ്ടെണ്ണം അടിച്ചാലേ? വേണ്ട, എന്തായാലും നാളെ പോലെടാ. വേണ്ട, ഞാൻ വെള്ളം അടിച്ച കുസൃതിയെ കാണിക്കും. പിന്നെ നമ്മൾ രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുസൃതിയെ കാണിക്കണം. രണ്ടെണ്ണം അടി. ഞാൻ കുസൃതി. പിന്നെ ഇത്രയും വലിയ കുസൃതി എന്തോന്ന് കാണിച്ചത്? ഇന്നലെ തന്നെ വെള്ളം അടിച്ചിട്ട് അത് ഒഴിച്ചോന്ന് എന്റെ വീട് കത്തിച്ചിട്ട് ഇറങ്ങിയത്. അടിക്കണ്ട കേട്ടോ, കെട്ട്. അതാ നല്ലത്. അടിക്കണ്ട, അത് കെട്ടാൻ നോക്ക് കേട്ടോ, അതാ നല്ലത്.
കെട്ട് കേട്ടോ. പിന്നെ നീ കെട്ടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, മീനച്ചാറ് പൊട്ടും, പൊട്ടി കഴിഞ്ഞാൽ എന്റെ ഷർട്ട് പോവും. കേരളം മൊത്തം പോവും. എന്തോന്ന് മീനച്ചലാറ് പൊട്ടിയ മീനച്ചാറല്ലടാ ഞാൻ കൊണ്ടുപോകാൻ പറ്റേ മീനച്ചാറ് പൊട്ടുന്നതാ. ആ, കാലാ അത് പറഞ്ഞത്. നോക്കിക്കോളാം. അതല്ല കറക്റ്റായിട്ട് കെട്ടി വയ്യാട്ടാ. മീനച്ചാറ് എല്ലാം കെട്ടി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ അറബിയെ സൂചിപ്പിക്കാൻ ഞാൻ വെച്ചേക്കണ അച്ചപ്പം. സുമാര മാമന്റെ ഉണ്ണിയപ്പത്തി ഇരുന്നോ എന്റെ അറബിയുടെ അച്ചപ്പത്തി മാത്രം ഇത് അറബിയുടെ അച്ചപ്പ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്തോടാ പോക്കറ്റ് ഇരിക്കുന്നത്? ഇത് നിനക്ക് ഉള്ളതാ. കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് കൊണ്ട് തന്നതാ. നിനക്ക് തരാതെ ഞാൻ വെച്ചിരുന്നയാ. ഒരാഴ്ചയായിട്ട് പോസ്റ്റുമായി എനിക്ക് കൊണ്ടുവന്നത് നിന്റെ കൈ ഇരിക്കുന്നത് എന്തോ അത്? ദീപ്തി എന്നൊരു പെണ്ണ് നിന്നെ കാണാൻ വരുന്നുണ്ട്. നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ ദീപ്തിയായിട്ടുള്ള കമ്പനി? ദീപ്തി പെണ്ണ് നിന്നെ കാണാൻ വരുന്നത്. ദീപ്തി എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? എനിക്കറിയണമല്ലോ ദീപ്തി വരട്ടടാ. അയ്യോ അയ്യോ എന്താ? അയ്യോ ദീപ്തി വരുന്നതിന്റെ സന്തോഷമാണാ. എടാ കാല ദീപ്തി വരുന്നതാടാ. പിന്നെ? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നാടാ എന്റെ വീട്ടിൽ. ദീപ്തിയാണോ? എന്റെ ആയാലോ ഒന്ന്. കമ്പിളിക്കോട്ട അല്ലടാ, പരുത്തിക്കൂരു. ടീം ചങ്സ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് എന്ന് തോന്നുന്നു? അവര് പറയട്ടെന്നോ? ശരി എന്നാ അവര് പറയട്ടെ. ആര് പറയണം ആദ്യം? ആരായാലും കുഴപ്പമില്ല. നാദിക തുടങ്ങി. നാദിക. നല്ല രസമുണ്ടായിരുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും വന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അത് കീപ്പ് ചെയ്തു. നല്ലായിരുന്നു. ശരിക്കും ഇത്രയും തമാശകളൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. ഈ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കോമഡി കാസറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലേ, അപ്പൊ എന്തുകൊണ്ട് നിങ്ങളൊക്കെ ആ സമയത്ത് പരിചയപ്പെട്ടില്ല എന്നുള്ളൊരു, കാരണം അത്രയും കൗണ്ടറുകളുടെ ഒരു പെരുമഴ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. ബാക്കി ഒരു പറയും. ചേട്ടാ കിരൺ ആൻഡ് സജൻ ചങ്സ് ഭംഗിയായിട്ട് കളിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ കൗണ്ടറിനെ കുറിച്ചിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്ര സെക്കൻഡിൽ ഇത്ര അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന സാധനം വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു ടീം വന്നു, ഒരു എമൗണ്ട് വാങ്ങിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. ഒരു സ്കിറ്റിൽ നമ്മൾ പെർഫോം ചെയ്തു, നമ്മളൊരു റേറ്റിലെത്തി, അടുത്തതും അതേ റേറ്റിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ള മികച്ചൊരു ടീമാണ് നിങ്ങൾ. സൂപ്പർ. അതൊരു വലിയൊരു കാര്യം, ചെറിയ കാര്യമില്ല. കാരണം എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതേപോലെ നിങ്ങൾ മുന്നോട്ട് പോകണം, ഡ്യൂപ്പർ അടിക്കണം എന്നുള്ളതാണ്. അത് ഈ രീതിയിൽ പോയാൽ, ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടാൽ, ഇതുപോലെ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. അതിനാശംസിക്കുന്നു. സൂപ്പർ. ഡ്യൂപ്പർ മണി എന്ന് പറയുന്നത് 75,000 ആണ്. അപ്പൊ അതിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓക്കെ, യെസ്. ബിപിൻ ചേട്ടാ, ഞാൻ ഏറ്റവും കൂടുതൽ ഫാനായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്ന, എല്ലാ ഷെഡ്യൂളിലും എല്ലാ പ്രാവശ്യവും കാണുമ്പോൾ പറയുന്ന ആളുടെ എപ്പിസോഡ് ഭയങ്കര വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിന്ന് തന്നെ. ആ കോസ്റ്റ്യൂമിൽ തന്നെ എനിക്ക് പുള്ളി എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ടുവരും. കഴിഞ്ഞ തവണയൊക്കെ സൈക്കോ ആയിരുന്നു, ഈ പ്രാവശ്യം മണ്ടനായി. നിങ്ങൾ രണ്ടുപേരുടെയും കോംബോ ഭയങ്കര രസമായിരുന്നു. എന്നത്തെയും പോലെ ഭയങ്കര ബ്രില്യൻസ് ആയിട്ടുള്ള, ആർക്കും ചിന്തിക്കാൻ കഴിയാത്തത്ര ലെവലിലുള്ള തമാശകൾ അതിലുണ്ടായിരുന്നു. ഞാനെന്ന് പറയുന്ന ഓഡിയനും ഞാനെന്ന് പറയുന്ന നിങ്ങളുടെ രണ്ടുപേരെയും ഫാനായുള്ള ആളും ഭയങ്കര ഹാപ്പിയാണ്. പൈസ അതൊന്നും വിഷയമുള്ള, നിങ്ങൾ വേറെ ലെവൽ. ശരി. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്താലോ? ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലെ ടെൻഷൻ എത്രയായിരിക്കും എമൗണ്ട് വന്നേന്നുള്ളതാ. എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വിഷമായ എമൗണ്ട് കണ്ടപ്പോഴാ. അത് എന്നാന്നുള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറയാം. ആരാ തിരിഞ്ഞു നോക്കുന്നത് ആദ്യം? രണ്ടുപേരും കൂടെ നോക്കാൻ കിട്ടും. എന്നെ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെറുതെ ഒന്ന് ഗസ്റ്റ് ചെയ്ത് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അറിയത്തില്ല, നോക്കി ഒന്ന് പറ പ്ലീസ്, ഇല്ല പറയടാ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോലും പോകാത്തത്. പറഞ്ഞോ, എത്ര കിട്ടുമായിരിക്കും? 30? ഇല്ല, അതിൽ കൂടുതൽ. 40. 40? 50? 50 മേ ബി. മേ ബി. യെസ്, 50 മേ ബി എന്നുള്ളത് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാം. നോക്കൂ, എപ്പിസോഡ് വരുമ്പോ നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാകും. അവിടെ 50 വന്നത് അറിയോ? അവിടെ 30 സെക്കൻഡ് പോയിക്കൊണ്ടപ്പോ ഞാൻ ഓടലേ മണിക്കുട്ടി എന്ന് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു എന്നറിയോ? ഇവിടെ 50 വന്നു, എന്നിട്ട് ലാസ്റ്റ് സെക്കൻഡ്സിലാണ് അത് പോയത്. ഓക്കെ, അപ്പൊ എന്തായാലും 48,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന അറിയാമല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂസിക് വരും, പൈസയും വരും. മ്യൂസിക് വരട്ടെ. എനിക്ക് 100 വീട് പൂർത്തിയാക്കി ഇന്ന് ബില്ലടിച്ചു കൊടുത്ത്. ഇതാ പിടിച്ചോ, 48,000 രൂപ. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ വന്നിട്ട് പറഞ്ഞിട്ട് പോയില്ല ഈ ലൈറ്റ് ഒക്കെ അടക്കണമെന്ന്. ഓ, നേരത്തെ വന്ന് മറ്റേ KCB ആ ചേട്ടൻ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലൈറ്റ് അണക്കാഞ്ഞത്?
ഇനി നിങ്ങൾ വെറുതെ വിട്ടാ പറ്റൂല. ഞാൻ ഇന്ന് ബില്ലടിച്ച് തരും. എത്രയും പെട്ടെന്ന് KCB കൊണ്ടുപോയി നിങ്ങൾ ഇത് അടച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ? ചേട്ടാ എന്താ ചെയ്യണ്ടേ? നാ, ഒന്നും ചെയ്യണ്ട. ഇതുകൊണ്ട് കൊണ്ടടച്ചോ. ബില്ലടച്ചോ. ഈ ബില്ലാണോ അടയ്ക്കേണ്ടത്? അതെ, ഈ ബില്ല് അടയ്ക്കണം. ഇത് സിമ്പിൾ അല്ലേ? നോക്കിയേ, തിരുവനന്തപുരം ടു കൊച്ചി 3 പാസഞ്ചറിന്റെ ടിക്കറ്റ് 1500 രൂപ. ഇത് സിമ്പിൾ അടച്ചു തീർക്കാന്നല്ലേ ഉള്ളൂ. അയ്യോ സോറി കേട്ടോ, അനിയൻ കണ്ടക്ടറാ, മിഷൻ മാറിപ്പോയി. അവന്റെ മിഷൻ ഓർത്തോണ്ടാ വന്നത്. മിക്കാറും അവൻ ബസ്സിൽ കയറി എല്ലാവർക്കും കറണ്ട് ബില്ല് അടിച്ചു കൊടുക്കുകയായിരിക്കും. അയ്യോ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. എന്തായാലും ചേട്ടന്റെ ഫ്യൂസ് പോയെന്നുള്ളത് മനസ്സിലായി. ദാ, ഇത് ഞാൻ പിടിച്ചോ. പോയേ അവന്റെ മിഷൻ മേടിക്കട്ടെ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ കാര്യത്തിൽ തീരുമാനം? നമുക്ക് ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്ത്. വേണ്ട, ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തോളാം. ശരി, ഓൾ ദി ബെസ്റ്റ്. Thank you. ടാറ്റാ. ബിപിൻ ചേട്ടാ, എന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇല്ലില്ല. മനസ്സ് വായിച്ചോണ്ടിരിക്കുവാണോ? അല്ല. അല്ല, എന്നാ മനസ്സ് വായിക്കാൻ ഒരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാ. എല്ലാം ബിപിൻ ചേട്ടന്റെ മനസ്സാണല്ലോ വായിക്കാൻ പോകുന്നതെന്ന്. എന്റെ പ്രശ്നമില്ല വായിക്കല്. ആണോ? ആ. ശരി, എന്നാ ബാക്കി രണ്ടുപേരുണ്ടല്ലോ, നമുക്ക് നോക്കാം. നോക്കേ, മെന്റലിസം വർക്കൗട്ട് ചെയ്താലോ? ഇവിടെ താരവിളയാട്ടമാണ് സെഗ്മെന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വേദിയിലേക്ക് ഒരു മെന്റലിസ്റ്റിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം മെന്റലിസ്റ്റ് ശ്രീരാജ് പാറക്കൽ. ആളെ പരിചയമുണ്ടല്ലോ അല്ലേ? ഇതിനു മുമ്പ് ഒരു ദിവസം വന്ന് നമ്മളൊക്കെ ഞെട്ടിച്ചിട്ട് പോയതാണ്. പിന്നെ മെന്റലിസം ആയിട്ടാണ് വീണ്ടും. ഞാൻ ഇവിടെ വന്നതിന്റെ പിന്നെ ഒരു കാരണമുണ്ട്. ഒരു മാസം മുമ്പ് കൊല്ലം ബീച്ചില് ഞാൻ ചെന്ന സമയത്ത് ചില സംഭവങ്ങൾ ഉണ്ടായി. കൊല്ലം ബീച്ചില് പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ കലാകാരന്മാരായതുകൊണ്ട് ഇവരൊക്കെ ഇൻസ്റ്റിങ്ക്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് ചില കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് ഞാൻ ഇന്നിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പ് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്നറിയാം. അല്ല, ഇത് പറഞ്ഞപ്പോ എന്റെ കണക്ഷൻ എല്ലാം പോയി. ഈ മെന്റലിസം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കണക്ഷൻ വിടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് ഒന്ന് കണ്ടോളൂ. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നമുക്ക് തുടങ്ങാം. പ്രോപ്പർട്ടി വരട്ടെ. യെസ്, പ്രോപ്പർട്ടി എത്തിയല്ലോ. കിട്ടി. എലീന, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. പക്രുച്ചേട്ടനെ കൊണ്ടുവരാനായിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്, വിളക്കുടി എന്നൊരു സ്ഥലത്താണ്. അതുപോലെ ഞാൻ ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ എല്ലാവരും അന്വേഷിച്ചെന്ന് പറയുമ്പോൾ പക്രുച്ചേട്ടന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ. പക്രുച്ചേട്ടന് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ്? അല്ല, പക്രുച്ചേട്ടന് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. എനിക്ക് തരുമോ? ഓക്കെ. പക്രുച്ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുന്നതിന് മുമ്പ് ബിപിൻ ചേട്ടാ, ഞാനൊരു കാര്യം ബിപിൻ ചേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കണേ. നിങ്ങൾ ഈ സിനിമാക്കാർക്കൊക്കെ ചില സംഖ്യാശാസ്ത്രം അങ്ങനെയൊക്കെയുള്ള ചില അക്കങ്ങളോട് ചില തീയതികളോടൊക്കെ പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബിപിൻ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും സംഖ്യകളോട് വല്ല താല്പര്യം വല്ല ഉണ്ടോ? ലക്കി നമ്പർ അങ്ങനെ ഉണ്ടോ? ഇല്ല, പക്ഷേ ഈ ടെസ്ല കോഡ് എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 369. ഓക്കെ, ഒരു കാര്യം ചെയ്യാവോ? ശരി, തൽക്കാലം അതവിടെ നിൽക്കട്ടെ. 10 നും 99 ഇടയ്ക്കുള്ള ഒരു നമ്പർ ഒന്ന് പറയാമോ? 99. ബിപിൻ ചേട്ടാ, എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ബിക്കോസ് മെന്റലിസ്റ്റുകൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ ഒന്ന് മാറ്റാം, പിന്നെ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മാറ്റണോ അതോ അത് കറക്റ്റ് തന്നെയാണോ? 99. മാറ്റമൊന്നുമില്ല അല്ലേ? ശരി, ഓക്കെ. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ ഫോണിൽ ഒരു സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു നോട്ട് പാഡ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് തരും. ഇതേ സമയത്ത് ഞാൻ ഈ പക്രുച്ചേട്ടന് ഗിഫ്റ്റ് കൂടെ കൊടുത്തോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളൊരു 99 എന്ന് പറഞ്ഞൊരു സംഖ്യ മനസ്സിൽ കണ്ടല്ലോ. ഈ സെലിബ്രിറ്റീസ് ഒന്ന് എടുത്തിട്ടേ അതിൽ 99 വരുന്ന സെലിബ്രിറ്റി ഏതാണ് എന്നൊന്ന് നോക്കണേ. പറയണ്ട, അതങ്ങനെ മനസ്സിലിരുന്നാൽ മതി. എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ, നമുക്ക് ഇവരൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട്. എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ, അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. ആ വ്യക്തി എന്ന് പറയുന്നത് ടെക്നോളജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, ഉണ്ടല്ലേ. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഗിഫ്റ്റ് വേണോ? ഉണ്ടോ? ഈ ഗിഫ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാര്യം, ഈ ദ്വാപര യുഗത്തിലെ മഹർഷി വര്യന്മാർ ഹിമാലയ സാനുക്കളിൽ നിന്ന് പറിച്ചെടുത്ത പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകളാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്രോമൈസിൻ എന്നാണ്. ആംഗ്രോമൈസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ആങ്കറിങ് ചെയ്യുന്ന ആളുകൾക്ക് ഡബിൾ എനർജി ഇത് കഴിച്ചാൽ കിട്ടും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ആംഗ്രോമൈസിൻ ഞാൻ തൽക്കാലം ഇതാണ് എനിക്കുള്ള ഗിഫ്റ്റ്. ഇതാണ് ഗിഫ്റ്റ്. ജസ്റ്റ് കൈ ഒന്ന് കാണിച്ച്. അപ്പൊ ഇതിനകത്ത് നിന്ന് കുറെ ക്യാപ്സ്യൂൾസ് ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്യാപ്സ്യൂൾ ഒന്ന് എടുക്കുമോ? കഴിക്കണ്ട, ഇത് ഒരു സ്ഥലത്ത് മാത്രമേ ഒരാൾ കഴിച്ച് വെടി തീർന്നുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല. ഇതിന് എന്തെങ്കിലും ഒരെണ്ണം എടുത്തോളൂ. ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോളൂ. ബാക്കി എടുത്ത് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഇട്ടോളൂ. ഓക്കെ, അത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അപ്പോ ഞാനിപ്പോ എലീൻ്റെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, കണ്ണടയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ണടയ്ക്കാം. ഓക്കെ,
എലിന നേരെ ഒരു വലിയ ലൈബ്രറിയുടെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഓക്കെ. ലൈബ്രറിയുടെ ഡോറ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു റിസപ്ഷനിസ്റ്റിനെ കാണാം. ആ റിസപ്ഷനിസ്റ്റ് എലിനെ നോക്കി ഹായ് പറയുന്നുണ്ട്. ഓക്കെ. ആ ഹായ് പറഞ്ഞതിന് ശേഷം എലീന നേരെ ചെല്ലുന്നു. ഒരു വലിയ ഷെൽഫ് കാണാം. ആ ഷെൽഫിൽ നിന്ന് എലീന ഒരു പുസ്തകം എടുക്കുകയാണ്, ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുക്കുകയാണ്. ആ ബുക്ക് എടുത്തിട്ട് എലീന ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുന്നു. അതിന്റെ അകത്ത് നിന്ന് പെട്ടെന്ന് എലീനയുടെ മനസ്സിലേക്ക് ഒരു വാക്ക് വരികയാണ്. ഓക്കെ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഒരു വലിയ വാക്ക്. ഒന്ന് കണ്ണു തുറക്കാവോ? എലീനയുടെ മനസ്സിലുള്ള വാക്ക് എന്താണ്? ലൈറ്റ് ഹൗസ്. ഏതാ? ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ്. വിൻ ചേട്ടാ, വിൻ ചേട്ടാ മനസ്സിലൊരു സെലിബ്രിറ്റി ഇല്ലേ? ആ സെലിബ്രിറ്റി ആരാതൊന്ന് പറയോ? സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ്. ഓക്കെ. ആപ്പിളിന്റെ ഫൗണ്ടർ. ആപ്പിളിന്റെ ഫൗണ്ടർ. ഓക്കെ. ഇതുവരെയും പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. കാര്യം ഇതിനകത്ത് എന്ത് മെന്റലിസം നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ തന്നെ പറയാണ്. പക്ഷേ ഒരു നാടിന്റെ മൊത്തം സ്നേഹം ഒരു വർണ്ണ കടലാസിൽ ഒളിപ്പിച്ചുകൊണ്ട് പക്രുച്ചേന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. പക്രുച്ചേട്ടാ ഒന്ന് തുറക്കുവോ? ഒന്ന് തുറക്കുവോ? അല്ലെങ്കിൽ നാദശിക ഒന്ന് തുറക്കുവോ? ആ പുസ്തകത്തിന്റെ ആരുടെ ഒരു ഓട്ടോബയോഗ്രഫി എന്തോ ആണ്. ഒന്ന് നോക്കുവോ നാദശിക? എന്താ അത്? It is Steve Jobs, right? It is your choice. Super. പക്ഷെ തീർന്നില്ല എലീന. എന്നെ പറ്റി? ആ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയേ പക്രുച്ചേട്ടാ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയേ. അതിന്റെ അകത്ത് എന്തെങ്കിലും പേപ്പറോ വല്ലതും ഉള്ളതായിട്ടൊന്ന് തോന്നുന്നുണ്ടോ നോക്കി? ഇല്ല. എന്താ ഉണ്ടോ? ഒന്ന് നോക്കി. എന്തോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എലീനയുടെ മനസ്സിൽ എലീന ചിന്തിച്ച ഒരു വാക്കാണ്. നമ്മൾ ഇതിനു മുമ്പ് എങ്ങും പറഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്നാ? എന്താ പക്രുച്ചേട്ടാ അതിനകത്ത്? ലൈറ്റ് ഹൗസ്. It is lighthouse, right? Yeah. Oh my God. എന്റെ അമ്മ. ഓക്കെ. ചില സമയത്തെ നമ്മളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മെന്റലിസത്തിനെ കുറിച്ച് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് വരികയാണ്. ക്യാപ്സ്യൂൾ എന്തായാലും എന്തായാലും ഇവിടെ ഇരിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട്. കുറെ വ്യക്തികളുടെ പേരുള്ള ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട്. മോഹൻലാൽ, കാർൽ മാക്സ്, നെപ്പോളിയൻ, കമൽഹാസൻ, സച്ചിൻ, നരേന്ദ്രമോദി, ബരാക് ഒബാമ, അല്ലേ? ഞാൻ ഒരു തവണയും കൂടെ അങ്ങോട്ട് വരികയാണ്. പക്രുച്ചേട്ടൻ്റെ അടുത്തോട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വരുന്നത്. നാദശിക വെറുതെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട കേട്ടോ. നാദശികയ്ക്ക് തൽക്കാലം ഞാനൊരു ക്യൂബ് തരുന്നുണ്ട്. തൽക്കാലം അത് കയ്യിലിരിക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും പ്രത്യേകിച്ച് പക്രുച്ചേട്ടാ പിന്നെയും ഞാൻ താങ്കളുടെ അടുത്തേക്ക് തന്നെ വന്നേക്കണം. ഓക്കെ, ഇത്രയും ആളുകൾ ഉള്ളതിൻ്റെ അകത്ത് ഇടത്തെ കൈ ഇങ്ങനെ ഒന്ന് പിടിക്കാമോ? ഇടത്തെ കൈ എൻ്റെ അടുത്തേ നേരെ ഒന്ന് പിടിക്കാമോ? എന്നിട്ട് പക്രുച്ചേട്ടൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിലോട്ടൊന്ന് വെക്കുക. ഓക്കെ, കയ്യിലോട്ടൊന്ന് വെച്ചതിന് ശേഷം എന്നെ ഒന്ന് നോക്കിയേ. ഒരു പോർഷൻ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ അതൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ആരാണോ വരുന്നത് നോക്കിയിട്ട് അങ്ങ് താഴോട്ട് വെക്കണം. ഓക്കെ, 1 2 3 എന്നെ ഒന്ന് നോക്കിയേ. ഇനി അതൊന്ന് ഉയർത്തിയേ. ആരെ ഒരാളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, അടച്ചോളൂ. ഓക്കെ, ഞാൻ ഇത് കയ്യിലോട്ട് എടുത്തു. അതിനു മുമ്പ് ഒരു കാര്യം, നാദശിക ആ ക്യൂബ് അനങ്ങിയായിരുന്നോ? അനങ്ങിയോ? തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോഴേ പക്രുച്ചേട്ടന്റെ മനസ്സിലൊരു ആരോ ഒരു വ്യക്തി ഉണ്ടല്ലേ? അല്ലേ? ആ വ്യക്തിക്ക് പക്രുച്ചേട്ടൻ ചെയ്ത ജോലിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. കാര്യം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവരാണ്. അതെ. എലീനെ അങ്ങ് സമ്മതിച്ചാൽ മതിയോ? സന്തോഷിപ്പിക്കാന്ന് സ്വയം അങ്ങ് സമ്മതിച്ചാൽ മതിയോ? ശരിയില്ല. പക്ഷെ സത്യമാണ് കേട്ടോ. അപ്പൊ പക്രുച്ചേട്ടാ ആരാണ് ആ വ്യക്തി? ചാർലി ചാപ്ലിൻ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇപ്പോൾ ആക്ച്വലി എന്താ പറ്റുന്നത് അറിയാവോ? ഈ ഹിമാലയ സ്ഥാനുകളിൽ നിന്ന് മഹർഷി വര്യന്മാർ വികസിപ്പിച്ചെടുത്ത എത്രയോ കണക്കിന് ക്യാപ്സ്യൂളുകളിൽ നിന്ന് ഒരു ക്യാപ്സ്യൂളും കൊണ്ടാണ് എലീന ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് തുറന്നേ എലീന. ഇത് തുറക്കാൻ പറ്റൂലേ? അത് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലോട്ടൊന്ന് ആക്കാവോ? അതിനകത്ത് എന്തോ ഒരു പേപ്പർ ഉണ്ട് തോന്നുന്നല്ലേ? ഒന്ന് എടുത്തേത് ചാർലി ചാപ്ലിൻ ആയിരിക്കും. Oh my God, it's Charlie Chaplin. എന്റെ അമ്മ. ഇത് കുറെ നേരമായിട്ട് ഞാൻ കൈ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതെ, ഞാൻ തന്നെ ചൂസ് ചെയ്ത ഒരു റാൻഡം ക്യാപ്സ്യൂൾ. തീർച്ചയായിട്ടും അതിന്റെ ഉള്ളില് എന്താണോ പക്രുച്ചേട്ടൻ കണ്ട ആ ഒരു ഇത് അതാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനെയാണ് പച്ചമലയാളത്തിൽ ദുർമന്ത്രവാദം. അതെ, അവിടെ ഒരു പാവ മനുഷ്യൻ ലോക്കായി പോയിരിക്കുകയാണ്. നാദശികയുടെ നോട്ടം കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, എന്നെ എന്തോ ഒരു വിശ്വാസം അത്ര ഇല്ലാത്ത പോലെ. ഞാൻ ആ ക്യൂബ് ഒന്നുകൂടെ എടുത്തോട്ടെ. അത് ഞാനൊന്ന് എടുത്തോട്ടെ. എടുത്ത് സ്റ്റിക്കർ പൊളിക്കാൻ പറ്റുമോ? ഞാൻ കുറെ നോക്കി. ഒരു പക്ഷേ അടുത്ത 500 ദിവസമൊക്കെ ഓടാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ സിനിമയുടെ ഒരു പേര് ചിലപ്പോൾ ഇതിനകത്ത് വന്നുകൂടായില്ല കേട്ടോ.
അങ്ങനെ സംഭവിക്കട്ടെ സിനിമ പേരോ? നമുക്കൊന്ന് പ്രത്യേകിക്കാം. നാദൃശിക ഇത് ഒരുപാട് തവണ മൂവ് ചെയ്തോ? ആക്ച്വലി ഇത് നേരത്തെ ഇതിന്റെ ഒരു വേർഷൻ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നാദൃശികയ്ക്ക് അറിയുമെന്ന് അറിയില്ല, നാദൃശിക അവിടെ സോൾവ് ചെയ്തോണ്ടിരിക്കോ. എനിക്ക് ആക്ച്വലി ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ബട്ട് വെയിറ്റ്, രണ്ട് സൈഡോ നാദൃശിക നിങ്ങൾ കൊള്ളാലോ ആള്. ഞാൻ പറഞ്ഞില്ലേ 3 sides, 4 sides, എന്റെ അമ്മേ 5 and 6. Oh my God, it is identically the same. I cannot believe this, നാദൃശിക. അൺബിലീവബിൾ. ഇവിടെ ആരാണ് പെർഫോം ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാദിക്ക് അവിടുന്ന് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ, കുറേ ഞാനിവിടെ പേര് കുറേ നേരം- randomly. ഈ സാധനം എന്റെ മുന്നിൽ നിൽക്കുക, നാദിക്കടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? പക്ഷെ നാദൃശിക വിശ്വസിച്ചേ പറ്റൂ, കാര്യം ഇത് തീർന്നിട്ടില്ല. അല്ല, ഞാൻ അവിടെ നിന്ന് ചുമ്മാ കറക്കൊണ്ടിരിക്കുന്നു ഇത് ഒപ്പിക്കാൻ വേണ്ടിട്ട്. അല്ല പക്ഷെ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. എന്താ കാര്യം എന്നറിയോ? ഇത് അവസാനിച്ചിട്ടില്ലെന്നേ. പിക്ചർ ബാക്കിയേ മേരെ ദോസ്ത്. കാര്യം എന്നറിയോ? അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കൊല്ലത്തെ സീനാണോ? കൊല്ലം ബീച്ചിൽ വെച്ച് നടന്ന ചില സംഭവങ്ങളില്ലേ, ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സിലുള്ളതാണല്ലോ നിങ്ങൾ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കാണോ? ഈ സിക്സ്ത് സെൻസ് പോലെ എന്തെങ്കിലും കാണോ? അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവിടെ നടന്ന ഒന്നുകൂടെ ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ റീവെന്റ് അടിച്ചാലോ? എലീനയുടെ മനസ്സിൽ വന്ന വാക്ക് ഏതായിരുന്നു? ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ്. ബിപിൻ ചേട്ടൻ മനസ്സിൽ കണ്ട സെലിബ്രിറ്റി ആരായിരുന്നു? സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ്. പക്രു ചേട്ടാ ആരായിരുന്നു അത്? ചാർലി ചാപ്ലിൻ. നാദൃശിക്കയുടെ കയ്യില് ക്യൂബ്. നിങ്ങളൊക്കെ എന്റെ ജീവിതവുമായിട്ട് എത്ര ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ഈ ആക്ട് തുടങ്ങുന്നതിന് മുമ്പ് കൺസോൾ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തുള്ള എനിക്ക് അതിനകത്ത് ഒരു എഡിറ്റിംഗും ചെയ്യാൻ പറ്റൂല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ? എന്തൊക്കെയോ ചില വാക്കുകൾ മനസ്സിൽ വരുന്ന പോലെ ഒരു തോന്നൽ. അവയിലൊരെണ്ണം ഈ മണൽത്തറയിൽ ഒന്ന് എഴുതി നോക്കിയാലോ? ഈ വാക്കിൽ തിരമാലകൾ വന്ന് മറയ്ക്കുമോ എന്തോ? എന്തായാലും എഴുതിയേക്കാം. ഞാൻ പറഞ്ഞു വാക്ക്. It is your word, Elena. It is lighthouse. ബീച്ചിൽ ആ പൊസിഷൻ നോക്കിയേ ക്യൂബിന്റെ. നാദൃശിക പൊസിഷൻ നോക്കൂ ക്യൂബിന്റെ. No way. അത് ഒരു റുബിക്സ് ക്യൂബാണ്. ആ പുസ്തകം ആരാ? കൂടെ ഒരു പുസ്തകവും കയ്യിൽ കരുതി. പക്രു ചേട്ടാ, ചാപ്ലിൻ. അപ്പോഴത്തെ അന്തരീക്ഷം വായനയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതോ അകലോ? സ്റ്റീവ് ജോബ്സ്. പ്രിയപ്പെട്ടതാണ്. തിരിച്ചു പോകുമെന്നുറപ്പുണ്ടായിട്ടും ഓരോ പ്രാവശ്യം വരുന്ന തിരകളെ നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോകും. ഇതുവരെ കടൽ ഇനിയും എത്രയോ വിശാലമാണ്. കടലോളമുള്ള സങ്കടങ്ങൾ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും സന്തോഷം നിറഞ്ഞ തീരം തേടിയുള്ള യാത്രയാണ് ഓരോ ജീവിതവും. തൽക്കാലം ഇരുപ്പ് മതിയാക്കി യാത്ര തുടരാം. ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ആ 99 ചിന്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അതിലെല്ലാം വേറെ വേറെ പേരായിരുന്നു. അപ്പൊ ഞാനാണോ ഈ ആക്ടിന്റെ കാരണക്കാരൻ? That's it. ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. എന്റെ ദൈവം, ഇത് വേറെ ലെവല്. നമ്മളെ മറ്റേ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ. പിന്നിട്ടെ ഇത് ഞെട്ടി, ശരിക്കും ഞെട്ടി. ഇവിടെ ഇരുന്നിട്ടെ എന്ത് വേറെ ഒരു കള്ളത്തരും ഒരു കളത്തിലുമില്ല. ഒന്നുമില്ല. എന്റെ ടെമ്പറേച്ചർ ഒക്കെ കൂടിയോന്നൊരു വേടി ഇട്ടതെല്ലാം കണ്ടിട്ട്. അല്ല, ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മെന്റലിസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ആയിട്ട് ആദിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളാണ് നിങ്ങൾ സുഹൃത്തുക്കളാണ്. ഗംഭീരം കേട്ടോ. ഇതൊരു സ്കില്ലാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നേടിയ ഒരു സ്കില്ലാണെങ്കിൽ ഇത് ദൈവത്തിന്റെ സ്പർശമേറ്റ പെർഫോമൻസ് ആണ്. അല്ല, ഇവൻ ആരെന്നറിയോ? ഇവൻ വേറെ എന്തൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടുപിടിക്കും. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാർ നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു വലിയൊരു അഭിമാനമായിരിക്കും. കാരണം കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കല്ലോ ഓരോരോ കാര്യങ്ങളും, അല്ലേ?
ഇത് ശരിക്കും ശാസ്ത്രം പോലെ തന്നെയാ, പരീക്ഷിച്ചോണ്ടേ ഇരിക്കുക. പരീക്ഷിച്ച് പല ഐറ്റംസും വിജയിപ്പിച്ചോണ്ടിരിക്കുന്നത്. താങ്ക് യു സർ. സാരമില്ല. അപ്പൊ അത് അല്ല, ഇതിപ്പോ നന്നായി. ഇവിടെ ഒന്നൊക്കെ അവിടെ കൊണ്ടുവന്നില്ലേ, അത് ചെറിയ അതെ ഞാൻ പറയാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് വരാൻ വിളിച്ചാൽ വരൂല, ഇവിടെ ഇരിക്കുള്ളൂ. ഇത് ശരിക്കും ഞെട്ടിയതിന്റെ പേരിൽ മാത്രമാണ് കാരണം ഇത് എന്താണെന്ന് നോക്കണം. അതെ, അതിനുവേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്നത്. അതാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഞാൻ ഹഗ് ചെയ്യാൻ വേണ്ടി വന്നത്. അസാധ്യം. മെന്റലിസ്റ്റ് ആണ്, കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ ഇടയ്ക്കെങ്കിലും നോക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടെ വരെ വന്നു, നമുക്ക് ആ ഞെട്ടിയ വരവില് ആ സ്റ്റാസും ആ ചൂടോടെ അങ്ങ് കൊടുത്താലോ? അയ്യോ, ഇത് ഇപ്പൊ നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഇത്രയും പേര് ഞെട്ടിയെങ്കിലും പിന്നെ ഇദ്ദേഹത്തിന് 5 സ്റ്റാറിൽ കുറച്ചിട്ടുള്ള സംഭവമൊന്നുമില്ല. എന്തായാലും ലഭിക്കുന്നു നമ്മുടെ കൊടുത്തില്ലേ നല്ല അങ്ങനെ ഗംഭീര പെർഫോമൻസ് ഞങ്ങളെ ഞെട്ടിച്ചു. വേറൊന്നുമില്ല, നാദിക്ക് ഇപ്പോഴും സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്താ കിട്ടിയിരിക്കുന്ന ഏറ്റവും ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ് നമുക്ക് തരാൻ ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നാദിക്ക് 5 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബൽ. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു അടിപൊളി ഷർട്ടും സമ്മാനമായി ലഭിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ആ ഞെട്ടിലൊക്കെ തീ വന്നപ്പോൾ ഇച്ചിരിയെങ്കിലും ഒന്ന് വാങ്ങിയത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണണം. സാറേ, ഗുഡ് മോർണിംഗ് സാറേ. വെരി ഗുഡ് മോർണിംഗ്. ആരെ മനസ്സിലായില്ല? ഞാൻ ട്രഷറിലെ സദാശിവൻ സാർ പറഞ്ഞിട്ട് ന്യൂമറോളജിന്ന് വരുവാ. യൂറോയുടെ ഡോക്ടർ അല്ലേ? എനിക്ക് മൂത്രം ഒഴിക്കുമ്പോ ഒരു വേദന ഉണ്ടായിരുന്നു, അത് നോക്കാൻ വന്നതാണോ? ഈ യൂറോയുടെ അല്ല, ന്യൂമറോളജിന്ന്. സാർ എന്തോ പേര് മാറുന്നെന്ന് പറഞ്ഞു. പേര് മാറ്റുന്ന കാര്യം നീ ഒന്നേ. ഈ പേര് മാറ്റി കഴിഞ്ഞാലേ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുമോ? അയ്യോ, പേര് മാറി കഴിഞ്ഞാൽ രാശി തന്നെ മാറുമല്ലയോ? ഉദാഹരണത്തിന് സിനിമാ ലോകം എടുത്തു നോക്ക്. അബ്ദുൽ ഖാദർ പ്രൈനസിലായപ്പോ അദ്ദേഹത്തിന്റെ ഫാദിനെ മാറിയില്ലയോ? കൃഷ്ണൻ നായർ ജയനായപ്പോഴോ? അതുപോലെ ഗോപാലകൃഷ്ണൻ ദിലീപായി, മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി. ഒരു കാര്യം ചെയ്യും, സാറ് നല്ലൊരു പേര് കണ്ടുപിടിക്കുക, എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അന്നേരം ഞാൻ ന്യൂമറോളജി പ്രകാരം അത് നല്ല പേരാണോ എന്ന് നോക്കിയിട്ട് പറയാം. ആണല്ലേ? ഉദാഹരണത്തിന് സാറ് പേരിടുമ്പം ഇള്ള്, ഇല്ല്, ഇറ്, ഇന്ന് ഇതൊക്കെ ചേർത്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇട്ടാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ല 2 പേര് സെലക്ട് ചെയ്തിട്ട് ന്യൂമറോളജി പറയാം. ഓക്കെ, അന്നേരം ഇനി വന്നാ മതി. പേര് മാറിയിട്ട് വേണം ഇനി എന്റെ രാശി ഒന്ന് തെളിയാൻ. ആഹാ, ഓസ്ട്രേലിയയിൽ വിളിച്ചു പോലും പറയാതെ എന്റെ മോൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? എന്നെ മോനെ, ഞാൻ കേട്ടത് സത്യമാണോ? എന്നാ ഞാൻ കേട്ടത് സത്യമാണോ? നീ എന്താ കേട്ടതെന്ന് പറ. അച്ഛൻ പേര് മാറാൻ പത്രത്തിൽ പരസ്യം കൊടുത്തോ? ഓഹോ, അത് ചോദിക്കാനായിട്ടായിരിക്കും നീ ഇപ്പം ഓസ്ട്രേലിയയിൽ നീ കങ്കാരുവിനെ തോളലിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? എടുത്ത് മാറ്റടി, കണ്ണാടി എടുത്ത് വെച്ച. മരുമകളായിരുന്നോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 77-ാം വയസ്സിൽ ഇപ്പൊ പേര് മാറ്റേണ്ട ആവശ്യം എന്താ? എന്റെ പേര് മാറ്റുന്നത് എന്റെ സൗകര്യമല്ലേ, അതിന് നിനക്ക് എന്നാ കുഴപ്പം? അച്ഛാ, അതിന്റെ ആവശ്യം എന്താ വെച്ചാ, നമുക്കിപ്പോ ഒരു പേരുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പേര് മാറ്റി ഭാരതം നാക്കാൻ വേണ്ടി ഇവിടെ ചർച്ച നടക്കുന്നു, അതിന് നിനക്ക് കുഴപ്പമില്ല. എന്റെ പേര് മാറ്റുന്നതാണോ ഇപ്പൊ പ്രശ്നം? ഇന്ത്യ അല്ല ഇപ്പൊ എനിക്ക് എന്റെ അച്ഛൻ, അത് ഭാരതാംബയല്ലേ? അച്ഛന് ഇപ്പോഴത്തെ പേര് വത്സൻ അല്ലേ? നല്ല പേര് അല്ലേ വത്സൻ? കണ്ട കടയപ്പ പലഹാരത്തിന്റെ പേരെടുത്ത് എനിക്ക് ഇട്ടിരിക്കുക, വത്സൻ. കടയപ്പ പലഹാരം. പപ്പി, നീ മിണ്ടാരി പപ്പി, ഞാൻ ചോദിക്കാം. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, ഇവിടെ പപ്പി എന്നുള്ള പട്ടിയുടെ പേര് മാറ്റിട്ട് ഇവക്ക് നല്ലൊരു പേരെടുത്തിടേ. എനിക്ക് മലയാളം കുറച്ച് അറിയാം. ആ പട്ടിയുടെ പേര് തന്നെ കിടന്നോട്ടെ, കാരണം അവക്ക് മലയാളം കുറച്ച് അറിയാമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, മഹേഷ് വത്സൻ, ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റിലെ പേര്. ഇനിയിപ്പോ അച്ഛൻ പുതിയ പേരിടുമ്പോ ഞാൻ എത്രമാത്രം കയറി ഇറങ്ങണം ഈ പേരൊക്കെ തിരുത്താൻ? അതുപോലെ ഞാൻ കയറി ഇറങ്ങിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൽ വത്സൻ അച്ഛൻ വേറെ പേരിടും. ആൾക്കാർ വിചാരിക്കില്ല എനിക്ക് 2 തന്തയുണ്ടെന്ന്. എടാ, നിന്റെ തന്ത ഞാനാണെന്ന് നീ പറയണ്ടടാവേ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ പ്രശ്നം ഒതുക്കി തീർക്കാൻ വിചാരിക്കണ്ട. ഞാൻ മാത്രമല്ലല്ലോ, ഇറ്റലിയിൽ ഒരു അനിയനുണ്ടല്ലോ എനിക്ക്, അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിന്. അവനും വന്നിട്ടുണ്ടോ? ഞങ്ങൾ അറിഞ്ഞു കേട്ട് വന്നതാ. അപ്പൊ ഞാൻ പേര് മാറ്റുന്നത് അറിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് അവനും ഓസ്ട്രേലിയയിൽ നീയും വന്നു. എന്റെ മക്കളെ എനിക്കൊന്ന് കാണാലോ, എന്റെ ദൈവമേ.
എനിക്ക് ഇറ്റലിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇറ്റലിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. അത് വെച്ചോടെ പന്തലും എല്ലാം താത്തി കെട്ടിയ. എനിക്ക് ഇറ്റലിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. ഇറ്റലി സർക്കാരിന്റെ വല്ല സാധനം നീ മോഷ്ടിച്ചെങ്കിൽ തിരിച്ചു കൊടുക്ക, അപ്പൊ നിനക്ക് തല ഉയർത്തി നടക്കാം. മോഷ്ടിച്ചെങ്കിൽ അതിന് അന്തസ്സുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണോ? ഈ അച്ഛൻ ചെയ്ത പരിപാടി എന്ന് ചേട്ടൻ അറിയാമോ? മെനിങ്ങാണ് ഫേസ്ബുക്കിൽ ഈ അച്ഛന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് പറ്റിയ നാമം നിർദ്ദേശിക്കുന്നു. അച്ഛന് പേരിടണമെങ്കിൽ അഥവാ ഞങ്ങൾ എടുത്ത് നോക്കണം. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് നാട്ടുകാരെ കൊണ്ട് എന്തിനാ പേരിടിപ്പിക്കുന്നത്? അതെ അച്ഛൻ ഇപ്പൊ പേര് മാറ്റാനുള്ള കാരണം? പേര് മാറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയണം. ഇവൻ ഓസ്ട്രേലിയയിൽ കിടക്കുന്നു, അവൻ ഇറ്റലിയിൽ കിടക്കുന്നു. ഈ രണ്ടുപേരും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഓസ്ട്രേലിയ കിടക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഇന്ത്യ കിടക്കുന്ന അച്ഛൻ എങ്ങനെ കാണും? എന്റെ കാര്യം നോക്കാനായിട്ട് ആരുമില്ല. എനിക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് തരാനോ എന്റെ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഞാന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി. അത് ശരി. അപ്പൊ അങ്ങനെ ആ റൂട്ട്. അമ്മ മരിച്ചിട്ട് 38 വർഷം ആവുന്നേ ഉള്ളൂ. ഇത്രയ്ക്ക് തിരക്കായിരുന്നു വെച്ചാൽ അടുത്ത കല്യാണം കഴിക്കാൻ. നിന്റെ ഭാര്യ പിണങ്ങിപ്പോട്ട് 3 മാസമേ ആയുള്ളൂ. അന്നേരത്തേക്ക് നീ വേറൊരു കല്യാണം കഴിച്ചില്ലേ? നിനക്ക് എന്ത് വയസ്സുണ്ടോ എന്നോട് പറയാനായിട്ട്? എനിക്ക് വയസ്സില്ലായിരിക്കും, പക്ഷെ എന്റെ അനിയൻ വയസ്സുണ്ട്. ചോദിക്കടാ, നീ ചോദിക്കടാ. വനജയുടെ അച്ഛന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നിന്റെ വർത്താനം പറഞ്ഞാൽ കേട്ടാ തോന്നൂല്ലടാ ഞാൻ വനജയുടെ അമ്മയെ കൂടെ കൂട്ടാൻ പോകുന്നതെന്ന്. പിന്നെ കൂടെ കെട്ടാൻ അവിടെ ചെല്ല്, കുറെ നിന്ന് തരും. എന്റെ അമ്മ വീട്ടിലൊന്നുമില്ല. എവിടെ പോയി? അത് കഴിഞ്ഞ ആഴ്ച ഇവളമ്മ ഒരു ആട്ടോക്കാരൻ ഒളിച്ചോടി പോയി. പക്ഷെ അവൾ അച്ഛൻ പ്രതികാരം ചെയ്ത് ആ ആട്ടോക്കാരന്റെ ഭാര്യ തന്നെ വിളിച്ചോണ്ട് വന്നു. സൂപ്പർ ഫാമിലി. അച്ഛാ, ഇപ്പൊ ഈ പേര് മാറ്റേണ്ട കാര്യം എന്താ? അത് പറ. പേര് മാറ്റേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിത പങ്കാളിയുടെ പേര് റേച്ചൽ, എന്റെ പേര് വത്സൻ. റേച്ചൽ വത്സൻ, റേച്ചൽ വത്സൻ. പേരിനൊരു ഗുമ്മില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയ പേരെന്തുവാ? എന്റെ പുതിയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഏത് പേര്? റോളക്സ്. ഇളയ കുഞ്ഞിന് ഒരു പല്ല് വന്നിട്ടേ ഉള്ളൂ. അവൻ എങ്ങനെ റോളക്സ് അപ്പ വിളിക്കുന്നത്? അല്ല ഭാസ്കരെന്നോ ശങ്കരെന്നോ മാധവനെന്നോ തങ്കപ്പെന്നോ ഇടാനുള്ളത് റോളക്സ്. അച്ഛന് ഈ റോളക്സ് എന്നുള്ള പേര് എവിടുന്ന് കിട്ടി? വിക്രം സിനിമയിലെ സൂര്യയുടെ പേരാ അത്. അയ്യോ, അത് വിക്രം സിനിമയിലെ സൂര്യ. ഈ അസ്തമിക്കാൻ പോണ സൂര്യൻ എന്തിനാണ് അച്ഛാ ഈ പേര്? എന്നാലും ഞാൻ ആ പേര് തന്നെ ഇടും, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ വന്നേ. സംഭവം വേറൊന്നുമല്ല. വയസ്സാം കാലത്ത് അച്ഛന് ഏതോ ഒരു മൂപ്പത്തിയായിട്ട് കണക്ഷൻ ആയി ഈ റേച്ചൽ എന്നുള്ള. ഇത് സംഭവം വേറൊന്നുമല്ല. ഈ കല്യാണം കഴിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പെണ്ണുമുള്ള സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തോണ്ട് പോകുന്നത് എന്റെ പേടി. അവരെ കുഞ്ഞുങ്ങളെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വത്ത് പോകും. പിന്നെ മക്കൾ അത്രയോടൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ചോദിക്കാം. അതെ, ഈ ജീവിത പങ്കായത്തിന് അല്ല മറ്റേ പങ്കാളിക്ക് എത്ര പിള്ളേരുണ്ട് ഇപ്പം? 38 പിള്ളേര്. എന്തിനാ 38 പിള്ളേരുള്ളവരുടെ കെട്ടിയെടുക്കുന്നത്? എടാ 38 പിള്ളേരും അവരുടെ അല്ല, അവര് കല്യാണം കഴിച്ചിട്ടില്ല. അവരൊരു അംഗനവാടി നടത്തുകയാണ്. ഈ 38 പിള്ളേരെയും അവരുടെ പിള്ളേരെ പോലെയാണ് അവര് നോക്കുന്നത്. അപ്പൊ ഈ പെങ്കൊച്ചിന് എത്ര വയസ്സുണ്ട്? 33 വയസ്സ്. 33, അച്ഛന് 70 കഴിഞ്ഞു. 33 വയസ്സെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യയൊക്കെ ചെറുപ്പം. നാട്ടക്കേസ് തന്നെയാണ്. ആകെ വിഷയോ കാര്യം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ ഉള്ളതല്ല അവളെ പേരിലാവും. അപ്പൊ ഈ 33 വയസ്സുണ്ടെങ്കിൽ എന്നാ നാളെ അച്ഛൻ തട്ടിപ്പോ. അതിന്റെ പേര് മനഃപൂർവ്വമാണ്. അതെ അച്ഛാ, ഈ പ്രണയം അച്ഛൻ വിശ്വസിക്കരുത്. ഇത് വിദേശത്തൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ വയസ്സായ ആൾക്കാരെയൊക്കെ പ്രണയിച്ചെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് അച്ഛൻ ഇന്നോ നാളെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ സ്വത്ത് മൊത്തം അവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ്. അതിന് ആര് കല്യാണം കഴിക്കുന്നു? ഞാൻ കല്യാണം കഴിക്കത്തില്ല. പിന്നെ ലിവിങ് ടുഗദർ ആക്കാൻ പോവാ. ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദറാ? ഈ പ്രായത്തിൽ അച്ഛന് ലിവിങ് ടുഗദറിനെ കുറിച്ച് വല്ല അറിയാമോ അച്ഛാ? എടാ പണ്ടും ഉണ്ടായിരുന്നു ഈ സാധനമൊക്കെ, പക്ഷെ ഇതിന്റെ പേര് വേറെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ കയറി പൊറുതി. തമിഴ്നാട്ടിലാണെങ്കിൽ ചിന്ന വീട്. ഇപ്പൊ അത് ലിവിങ് ടുഗദർ. അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ, അച്ഛൻ വേണമെങ്കിൽ പേര് മാറ്റിക്കോ, പക്ഷെ ഈ കൊച്ചു പെണ്ണിനെ കെട്ടിയാണുള്ള പേര് ദോഷം അത് ജമ്മത്ത് മാറൂല. ആ പേര് ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. അച്ഛാ, നോ റോളക്സ്.